ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു സന്തോഷം, ഒരു കുഞ്ഞു സന്തോഷം പങ്കുവെക്കൽ വീഡിയോ. നിങ്ങളുമായി ഏതൊരു സന്തോഷവും പങ്കുവെക്കുമ്പോൾ അതൊരു ഇരട്ടി ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ്, ഒരു ലഞ്ചിന് വേണ്ടി പോവുകയാണ്. അതായത് അച്ചുക്കുട്ടൻ്റെ കോളേജിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടി അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവനിവിടെ ഹോസ്റ്റലിലാണ് ആ കുട്ടി ഇവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വളരെ നല്ല സ്നേഹമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ട്രീറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അവർക്കത് ഇഷ്ടമായി. അമ്മുക്കുട്ടി ബിബിനേട്ടൻ്റെ മടിയിൽ ഉറങ്ങുകയാണ്, വെറുതെ കിടക്കുകയാണ്. അവൾക്ക് നല്ല ഇഷ്ടമാണ്, യാത്ര പോകുന്നത് നല്ല ഇഷ്ടമാണ്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ യാത്ര പോകുന്നത് വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മഴയുണ്ട്, ഒരു ചെറുതായിട്ടുള്ളൊരു മഴ. പക്ഷെ നല്ല ക്ലൈമറ്റാണ്, പുറത്ത് നന്നായിട്ടുണ്ട്, നല്ല വെതറാണ്. പിന്നെ ഇന്ന് അവധി ദിവസമായത് കാരണം അത്ര തിരക്കില്ല. ഇന്ന് പുറത്തൊന്നും അത്ര തിരക്കില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി, ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. റിവർ, ഇവിടെ ബൊഫെ ആണ് പ്രധാനം. കുട്ടികൾക്കെല്ലാം ഇവിടെ നല്ല ഇഷ്ടമാകും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിനകത്ത് കാണാൻ തന്നെ നല്ലൊരു എൻവയോൺമെൻറ്റ് കൂടിയാണ്. ആക്ച്വലി അച്ചുവിൻ്റെ കൂട്ടുകാർ ഹരിയുടെയും കൂടി കൂട്ടുകാരാണ്. ഇപ്പോൾ അച്ചു പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതായത് അവർക്ക് എപ്പോഴും ഹരിയെ വേണം. ഹരി നല്ല തമാശ പറയും, ഹരി നല്ല ചിരിപ്പിക്കും. അപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഹരീനെയും കൂടെ കൊണ്ടുപോവാ, ഹരീനെയും കൂടെ കൊണ്ടുപോവാ എന്ന്. അച്ചുവിൻ്റെ ഈ കൂട്ടുകാരനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു കുട്ടിയാണ്, വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ് ആ കുട്ടിക്ക്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു എമർജൻസി കാരണം നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ കുട്ടികൾ മാത്രമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സുണ്ട്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോയത് പെട്ടെന്ന്. ആ സമയത്ത് അച്ചുവിൻ്റെ ഈ കൂട്ടുകാരൻ ഹോസ്റ്റലിലാണ് അവൻ താമസിക്കുന്നത്. ആ കുട്ടി അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി അച്ചുവിനും ഹരിക്കും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അച്ചു സ്നേഹത്തോടെ പറയും, വേണ്ട, ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ അങ്കിളും ആൻറ്റിയൊക്കെ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരാറുണ്ട്, വേണ്ട എന്ന് പറയാറുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നിർബന്ധിച്ച് ആ കുട്ടി അച്ചുവിനും ഹരിക്കും ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവൻ പറയൂ അത്രേ, അച്ചു പറയുന്നൊരു കാര്യമാണ്, അതായത് എടാ ഞാനൊന്ന് കുറേ കൂടുതലായിപ്പോയി, ഞാൻ ഉണ്ടാക്കിയത് കുറേ കൂടുതലായിപ്പോയി, അപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്നെ ഓർത്തു, അതാണ് ഞാൻ നിനക്ക് കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ അച്ചു പറയും, ഞാൻ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അവൻ എന്തൊക്കെ നമ്പറാണ് പറയുകയാണെന്ന് അറിയോ അമ്മ, അത്രയും സ്നേഹമാണ് അവനെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് അല്ലേ. ആ സമയത്ത് നാട്ടിലായിരുന്ന എന്നോട് അച്ചുക്കുട്ടൻ ഫോൺ ചെയ്തിട്ട്, അമ്മ അങ്ങനെയാണ്, ഇങ്ങനെ ഫ്രണ്ട് എനിക്കും ഹരിക്കുട്ടനും ഭക്ഷണം തന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അമ്മ, പക്ഷേ എന്നാലും എടാ ഞാൻ കൂടുതൽ ഉണ്ടാക്കി പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അവരുടെ കളിയും ചിരിയും എല്ലാം കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് വൈബാണ് അല്ലേ. ഹരിക്കും അച്ചുവിനും അവരുടെ ഫ്രണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് സങ്കടമാണ്. അതെന്തായാലും ഉണ്ടാവുമല്ലോ, നമുക്കും നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോഴും. പിന്നെ മാത്രമല്ല ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്, നമുക്ക് വളരെ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും ദൂരെ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു മിസ്സിങ് അല്ലേ ഉണ്ടാവുക.
അച്ചുവിൻ്റെ കൂട്ടുകാരൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, ലഞ്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ചുവിനോടും ഹരിയോടും പറയുന്നുണ്ടായിരുന്നു, വീണ്ടും വീണ്ടും നമുക്ക് കാണണം, ഉറപ്പായും ഞാൻ വരും, അതുപോലെ തന്നെ നിങ്ങളും അവിടെ വരണം, വലിയ ദൂരമൊന്നുമില്ലല്ലോ, നമ്മൾ ഉറപ്പായും വീണ്ടും വീണ്ടും മീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വളരെ പ്രഷ്യസ് ആണ്, അത് ലൈഫിൽ എനിക്ക് എപ്പോഴും വേണം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു നിന്ന എനിക്കും ബിബിനേട്ടനും കണ്ണു നിറഞ്ഞുപോയി.